അങ്കമാലിയിലാണ് പോളും ഭാര്യ മേരിയും മകൻ തോമസും താമസിച്ചിരുന്നത്. ഈ പോളിന് 84 വയസ്സുണ്ട്. ഇയാൾ പണ്ട് റെയിൽവേയിലായിരുന്നു ജോലി. റെയിൽവേയിൽ സൂപ്രണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബ വീടായ പൈനാത്തുനാട്ടുവിൽ വീട്ടിൽ ഭാര്യ മേരിക്കും മകൻ തോമസിനുമൊപ്പം സ്വസ്ഥമായിട്ട് കഴിയുകയാണ് പോളും. റെയിൽവേയിൽ നിന്നും പെൻഷനൊക്കെ കിട്ടുന്നതാണ് പോളിൻ്റെ ഏക വരുമാനം. ഇവർക്ക് 4 മക്കളാണുള്ളത്. ഇതിൽ 3 മക്കളും വെളിരാജ്യത്ത് നല്ല നിലയിൽ സെറ്റിൽഡാണ്. തോമസിന് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ്. അച്ഛനമ്മമാരുടെ അടുത്ത് വയസ്സാങ്കാലത്ത് ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് തോമസ് മാത്രമാണ് ഇവർക്കൊപ്പം ഇപ്പോൾ താമസിക്കുന്നത്. ഇയാൾ പണ്ടൊരു കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേർപിരിയലിൻ്റെ കാരണം കേട്ടാൽ അതിലേറെ രസമാണ്. വഴിയെ അതൊക്കെ പറയാം. എന്തായാലും ഇവരുടെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മൂത്ത മകനായ ജോസഫ് അങ്ങ് അമേരിക്കയിലിരുന്ന് ഒരു ദിവസം മേരിയെ വിളിക്കുന്നത്. കുശലാന്വേഷണത്തിനിടയിൽ മേരി പറഞ്ഞു, മക്കളെ ഇവിടെ ഭയങ്കര ചൂടടാ, ഒരു രക്ഷയും ഇല്ല. ഈ സമയം പോൾ അവിടെ ഇല്ല. മേരിയും തോമാച്ചനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ വിഷമം കേട്ട് ജോസഫ് പറയുകയാണ്, അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഞാനൊരു നല്ല AC വാങ്ങി അയച്ചു തരാം. അമ്മ ഹാപ്പിയായി. അങ്ങനെ മകൻ അയച്ചു കൊടുത്ത AC ആ വീട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എത്തുകയാണ്. മേരിയും തോമാച്ചനും ഒക്കെ ഹാപ്പി. പക്ഷേ പോൾ അത്ര ഹാപ്പിയല്ല. കാരണം പോളിന് ഈ AC ഒന്നും ഇഷ്ടമല്ല. അയാൾ പറഞ്ഞു, എനിക്ക് AC തണുപ്പും വേണ്ട, എനിക്ക് ഈ ഫാനിൻ്റെ കാറ്റൊക്കെ മതി. അതുകൊണ്ട് ഇത് ഞാൻ കിടക്കുന്ന കിടപ്പുമുറിയിൽ വയ്ക്കാനും സമ്മതിക്കൂല. മേരി ആകെ വലയുകയാണ്. കിടപ്പുമുറിയിൽ വച്ചില്ലെങ്കിൽ പിന്നെ ഇത് എവിടെ വയ്ക്കും? അപ്പോഴാണ് തോമാച്ച ഒരു വഴി പറഞ്ഞു കൊടുത്തത്. അമ്മ അത് ഓർത്ത് എന്തിന് വിഷമിക്കണം, എൻ്റെ മുറിയിൽ വയ്ക്കാം. അമ്മയ്ക്കും എനിക്കും ആ മുറിയിൽ കിടക്കാമല്ലോ. മേരിക്കും അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് തോന്നി. അവനും AC ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എന്നങ്ങ് തീരുമാനിച്ചു. തോമാച്ചൻ്റെ മുറിയിൽ 2 കട്ടിലിലായി ഈ അമ്മയും മകനും AC തണുപ്പിൽ സുഖമായി കിടന്നുറങ്ങും. ഇങ്ങനെ ഒരാഴ്ച കടന്നു പോവുകയാണ്. ഈ പോളിന് ജോലി ഉണ്ടായിരുന്ന കാലത്തേ ഉള്ളൊരു ശീലമാണ് വെളുപ്പിന് 4 മണിക്ക് കൃത്യമായിട്ട് ഉണരുക എന്നത്. ഒന്നും ചെയ്യാനില്ലെങ്കിലും അയാൾ ഇപ്പോഴും ഈ 4 മണിക്ക് കൃത്യമായിട്ട് ഉണരും. ഉണർന്നാൽ പിന്നെ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കും. പിന്നെ മുറ്റം തൂക്കലും ചെടി നനയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. ഇയാൾ ഒരു ദിവസം പതിവ് പോലെ വെളുപ്പിന് ഉറക്കം എഴുന്നേൽക്കുകയാണ് 4 മണിക്ക്. ഭാര്യയും മകനും കിടന്നുറങ്ങുന്ന ആ മുറിയിലെ വാതിൽ കുറ്റിയിടാത്തത് കൊണ്ട് തന്നെ അത് തള്ളി തുറന്ന് അയാൾ വെറുതെ ഒന്ന് നോക്കിയതും അയാൾ ആ മുറിയിലെ ബെഡ്ഷീറ്റിലും തലയണയിലും ഒരു കാര്യം കാണുകയാണ്. പോൾ അന്തം വിട്ടുപോയി. ഒരു ഭർത്താവും ഒരച്ഛനും താങ്ങാൻ പറ്റാത്തൊരു കാഴ്ച. എന്തായിരിക്കും അയാൾ അവിടെ കണ്ടത്? പിന്നീടുണ്ടായ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഓൾ എന്ന നോട്ടിഫിക്കേഷനും ഓണാക്കണേ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. പോളിനെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇയാൾ റെയിൽവേയിൽ സൂപ്രണ്ടായിരുന്നു. ജീവനക്കാരെയൊക്കെ വരച്ച വരയിൽ നിർത്തി അനുസരിപ്പിച്ചും വിറപ്പിച്ചും ഒക്കെ നിർത്തിയിരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഇയാൾ. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒക്കെ നിർബന്ധമാണ് പോളിന്. അത് ഭാര്യയിലും മക്കളിലും ഒക്കെ നടപ്പിലാക്കുകയും ചെയ്യും. 4 മക്കളെയും നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല നിലയിലൊക്കെ ആക്കി വിട്ടു. പോളിന് മറ്റൊരു വൃത്തികെട്ട സ്വഭാവം കൂടിയുണ്ട്, പിശുക്ക്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സ്വഭാവം എന്ന് പറയുന്നത് പോളിൻ്റെയാണെന്ന് പറയേണ്ടി വരും. എല്ലാത്തിനും കൃത്യമായി കണക്ക് വയ്ക്കുന്ന, കണക്ക് പറയുന്ന ഒരു സ്വഭാവം. മേരി ഈ ഒടുക്കത്തെ പിശുക്ക് കാരണം പൊറുതി മുട്ടിയാളെ കൊണ്ട്. എന്തേലും പറഞ്ഞാൽ തീർന്ന്. അന്ന് അവിടെ യുദ്ധമാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ പരിസരത്ത് ഇയാളോട് മിണ്ടൂല. കാരണം ആരും ഉപദേശിക്കുന്നതും ആരും വെറുതെ ചെന്ന് കുശലം പറയുന്നതും ഒന്നും ഇങ്ങർക്ക് പിടിക്കില്ല. എന്തേലും കുശലം പറയാൻ ആരെങ്കിലും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള തർക്കുത്തരവും മുഖത്തടിച്ച പോലെ പോള് പറഞ്ഞു കളയും. അതാണ് ഇയാളുടെ ഒരു വൃത്തികെട്ട സ്വഭാവം. തോമാച്ചന് മാത്രമാണ് ഇപ്പോൾ ഇവർക്കൊപ്പം താമസിക്കുന്നത്. 4 മക്കളുടെയും കല്യാണം പോള് അന്തസ്സായി നടത്തിച്ചു. പക്ഷേ എല്ലാവരും അന്യനാടുകളിലാണ്, തോമസ് ഒഴിച്ച്. തോമസിന് ഇപ്പോൾ 52 വയസ്സുണ്ട്. ഇയാൾ മുൻപൊരു കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഭാര്യ പിണങ്ങിപ്പോയി. പിന്നീട് ഇവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. കാരണം പോളിൻ്റെ ഈ പിശുക്ക് കൊണ്ടാണ്. അയാൾ പറയുന്നതിന് അപ്പുറത്തേക്ക് തോമസ് പോയില്ല. അത്ര പേടിയാണ് അച്ഛനെന്ന് വെച്ചാൽ. ഭർത്താവും മൊത്ത് സ്വതന്ത്രമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആ തോമസിൻ്റെ ഭാര്യ.
ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്നെങ്ങാനും പറയുകയാണെങ്കിൽ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറയും തോമസ്. അച്ഛനാണെങ്കിൽ പാഴ്ചിലവ് എന്തിനാടാ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ തിന്നാ പോരെ എന്ന് പറയും. തോമസ് ഇതേ മറുപടി തന്നെ ഭാര്യയോടും അങ്ങ് പറയും. ഇങ്ങനെ തോമസിൻ്റെ ഭാര്യ ആഗ്രഹത്തോടെ എന്തു പറയുന്നുവോ അതെല്ലാം പാഴ്ചിലവായി മാറി. പിന്നെ ആ വീട്ടിൽ ഒടുവിൽ അച്ഛനെയും കെട്ടിപ്പിടിച്ചിരുന്നോ നിങ്ങളെന്നും പറഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോവുകയും ചെയ്തു. അങ്ങനെ തോമസിൻ്റെ ദാമ്പത്യത്തിന് കട്ടം വീണു. പക്ഷേ ആ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പോളും മേരിയും ആണെങ്കിൽ മുഖത്തോട് മുഖം നോക്കിയ വഴക്കാണ്. പോള് റിട്ടയർഡായിട്ട് വീട്ടിലിരിപ്പും കൂടെ ആയതോടെ ആ വഴക്കിന് ആക്കം കൂടിയെന്ന് വേണം പറയാൻ. ഏതു നേരവും വഴക്കാണ്. പോള് വീട്ടിൽ റേഷൻ അരിയൊക്കെയാണ് വാങ്ങുന്നത്. ഇത്രയും കാശൊക്കെ ഉണ്ടായിട്ടും രാത്രി ഉറങ്ങുന്ന സമയത്തല്ലാതെ അയാൾ ഫാനിടാൻ പോലും സമ്മതിക്കൂല. അടുക്കളയിൽ പോലും അളവ് വച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കയ്യിലെടുത്ത് കൊടുക്കുന്നത് പോളാണ്. മേരിയും പോളും ഈ പിശുക്കിൻ്റെ പേരിലാണ് വഴക്കത്രയും. തോമസ് ആണെങ്കിൽ ഇവരുടെ ഈ വഴക്കിൻ്റെ ഇടയിൽ പൊറുതിമുട്ടിയ അവസ്ഥയിലും. ചില സമയത്ത് ഇതിൽ തോമസും കൂടെ ഇടപെടും. അപ്പോൾ ആ സമയത്തെല്ലാം ഈ അമ്മയും മകനും ഒറ്റക്കെട്ടാണ്, അച്ഛൻ ഇപ്പുറത്തും. ഇല്ലെങ്കിൽ ഈ തോമസ് ഇടപെടാതെ ഇരിക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ കയ്യാങ്കളിയൊക്കെ ആകും. അമ്മയും മോനും ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് തോമസിന് ഇഷ്ടമേ അല്ല. രണ്ടു പേർക്കും പോളിൻ്റെ ഈ സ്വഭാവവും ഇഷ്ടമല്ല. പോളിൻ്റെ ഉള്ളിൽ എന്തെന്ന് വെച്ചാൽ താൻ ഈ വീട്ടിൽ ഇപ്പോൾ അധികപ്പറ്റാണെന്നും തൻ്റെ വാക്കിന് ഒരു വിലയും ഇല്ലെന്നും ഒക്കെയാണ്. അയാൾ മേരിയോട് ചില നേരം പറയും, ഞാൻ ഈ പിശുക്ക് കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എനിക്കങ്ങ് കൊണ്ടുപോകാനല്ല എന്നും. പക്ഷെ മേരിക്ക് ഇത്രയും പിശുക്കിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരിപ്പെട്ട ആർക്കും പറ്റില്ല, അതാണ് സത്യം. എന്തൊക്കെ പറഞ്ഞാലും പോളിന് ഒരു നല്ല സ്വഭാവമുണ്ട്. എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് അയാൾ പള്ളിയിൽ പോകും. അവിടെ ചെന്നിട്ട് പറയാനുള്ളതും പാപങ്ങളും എല്ലാം കർത്താവിന് മുന്നിൽ ഏറ്റുപറഞ്ഞ് അയാൾ അങ്ങ് ആശ്വസിക്കും. ഇപ്പോൾ പോളിന് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. മകനെയും ഭാര്യയെയും നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല. ഭാര്യയാണെങ്കിൽ പിണങ്ങിപ്പോയതുവരെ തോമസ് പോളിനെ അനുസരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അവൻ അമ്മയ്ക്കൊപ്പം കൂടി മറുപടി പറയുകയാണ്. ഈ രണ്ടെണ്ണത്തിനെയും എങ്ങനെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് വേനൽക്കാലം വരുന്നത്. ഒടുക്കത്തെ ചൂടും. ആ വേനൽക്കാലത്തിന് ഒപ്പം ആ വീടിനെ തേടി ഒരു ദുരന്തവും കൂടെ വന്നെത്തുകയാണ്. മേരിക്കും തോമാച്ചനും ചൂട് സഹിക്കാനേ ആവുന്നില്ല. കാരണം രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ അവിടെ ഫാൻ ഓണാക്കാൻ പറ്റത്തുള്ളൂ. പോൾ അതിനെ സമ്മതിക്കൂ. ഇയാളുടെ കണ്ണ് വെട്ടി ചെങ്ങാനും ഫാൻ ഇടാന്ന് വെച്ചാൽ അത് നടക്കൂല. കാരണം ഫുൾ ടൈം വീട്ടിൻ്റെ തന്നെ ഉണ്ട് ഇയാൾ. മേരി ഒടുവിൽ അമേരിക്കയിലെ ജോസഫ് മോൻ വിളിച്ചപ്പോൾ തൻ്റെ ഈ കഷ്ടം പറയുകയാണ്. മക്കളെ, അമ്മയ്ക്കാണെങ്കിൽ ഈ ചൂടൊന്നും സഹിക്കാൻ വയ്യ. നിൻ്റെ അച്ഛനാണെങ്കിൽ പിശുക്ക് കാരണം ഫാന് രാത്രി മാത്രമേ ഇടാൻ സമ്മതിക്കുകയുള്ളൂ. അതാണെങ്കിൽ കാറ്റും കുറവാണ്. നീ ഒരു AC വാങ്ങി അമ്മയ്ക്ക് താടാ എന്നു. ഉടനെ മോൻ പറഞ്ഞു, അതിനെന്തമ്മ, ഞാൻ ഇവിടുന്ന് ഒരു നല്ല AC ഒക്കെ വാങ്ങി കൊടുത്തുവിടാം. മേരിക്ക് സന്തോഷമായി. ഈ വിവരം പോളിനോട് മേരി പിന്നീട് പറയുകയാണ്. AC കൊടുത്തു വിടുന്ന മോൻ. അയാളിത് കേട്ടതും കലിയേറി. ഈ AC വന്നാൽ അതിൻ്റെ കറണ്ട് ബില്ലും കൂടെ ഞാൻ അടയ്ക്കണ്ടേ? ബില്ല് കൂടൂലേ? അത് ആര് കൊടുക്കും എന്നായി പോളും. ഇവിടെ AC-യും വേണ്ട, OC-യും വേണ്ട, ഉള്ള കാറ്റൊക്കെ മതി, പാഴ്ചിലവുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന അമ്മയും മക്കളും എന്നും പറഞ്ഞ് പോൾ അങ്ങോട്ട് തുടങ്ങി. മേരി പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് AC വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. എൻ്റെ മോൻ അയച്ചു തരുന്ന AC ഞാൻ വാങ്ങും. അത് ആ കിടപ്പുമുറിയിൽ ഞാൻ കയറ്റൂല എന്ന് പോളും പറഞ്ഞു. വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും വച്ചോളാം എന്ന് മേരിയും. അങ്ങനെ ഈ AC എത്തും മുന്നേ തന്നെ ഇവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങി. ഒടുവിൽ മകൻ കൊടുത്തുവിട്ട AC വീടെത്തി. പോളിൻ്റെ വിധവും അങ്ങ് മാറി. മേരി ഇത് എവിടെ വയ്ക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് മകൻ പറയുന്നത് ഭർത്താവ് ബെഡ്റൂമിൽ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മകൻ പറയുകയാണ്, എൻ്റെ മുറിയിൽ വയ്ക്കാം അമ്മ, അവിടെ അമ്മയ്ക്കൊരു കട്ടിലിട്ടാൽ പോരെ, രാത്രിയോ പകലോ ഒക്കെ അമ്മയ്ക്ക് അവിടെ കിടക്കുകയും ചെയ്യാം. അത് ആവുമെന്ന് വിചാരിച്ചിട്ട് മേരി തന്നെ AC തോമസിൻ്റെ മുറിയിൽ ഫിറ്റ് ചെയ്യിപ്പിച്ചു. ആ ദിവസം മുതൽ ഈ മേരിയുടെ കിടപ്പും ഇരിപ്പും ഒക്കെ തോമസിൻ്റെ മുറിയിലാണ്. പോളിൻ്റെ സകല കൺട്രോളും വിട്ട ഒരു സമയമാണിപ്പോൾ. തൻ്റെ വാക്കിന് പുല്ല് വിലയാണ്. ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഇവരനുസരിക്കുന്നില്ല എന്ന് അയാളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. തൻ്റെ വാക്കിന് പുല്ല് വിലയാണെന്ന് ആവർത്തിച്ച് ആരോ പറയും പോലെയാണ്. രാത്രിയിൽ കിടന്നിട്ടാണെങ്കിൽ പോളിന് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഭാര്യയും മകനും കാണിക്കുന്ന ഈ അനുസരണക്കേടും ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
തനിക്കിഷ്ടമില്ലാത്തത് ചെയ്തിട്ട് അവരാണെങ്കിൽ ആസിഡ് അമ്മൂട്ടി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. തൻ്റെ ഉറക്കമാണെങ്കിൽ ഈ അമ്മയും മോനും കാരണം നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അയാൾ ഇങ്ങനെ ഓരോ വിചാരങ്ങളോടെ ആ മനുഷ്യൻ്റെ ഉള്ളിങ്ങനെ മുഴുവൻ ഇങ്ങനെ ഈ വേണ്ടാത്ത വിചാരങ്ങളോടെ നുരഞ്ഞു പൊങ്ങുകയാണ്. ഒരാഴ്ച വരെ അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. ഒരു ദിവസം വെളുപ്പിന് 4 മണിയായപ്പോൾ എന്നത്തെയും പോലെ അയാൾ എഴുന്നേക്കാൻ എന്ന് പറയാനായിട്ട് അയാൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അയാൾ എഴുന്നേറ്റു. അന്ന് 2016 ഏപ്രിൽ 10 അയാൾ എഴുന്നേറ്റ് നേരെ അമ്മയും മോനും കിടക്കുന്ന ആ മുറിയിലെത്തി. കുറച്ചു നേരം രണ്ടിനെയും നോക്കി അവിടെ അങ്ങനെ നിന്നു. ഏതാണ്ടൊക്കെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ തന്നെ പോള് വീടിൻ്റെ മുറ്റത്തോട്ടിറങ്ങി. നടന്ന് നേരെ എന്നിട്ട് ആ മുറ്റത്തൂടെ നടന്ന് നേരെ അടുക്കളയുടെ പിന്നിലുള്ള ചായ്പിൽ അയാൾ എത്തുകയാണ്. അവിടെ വലിയ ഒരു കമ്പിപ്പാര ഇരിക്കുന്നത് അയാൾ എടുത്തു. അതും കൊണ്ട് നേരെ വീണ്ടും ഭാര്യയ്ക്കും മോനും അടുത്തെത്തി. ഒന്നും അറിയാതെ AC-യുടെ തണുപ്പിൽ മൂടി പുതച്ച് കിടക്കുകയാണ് അമ്മയും മോനും. ഒരു നിമിഷം മോനായ തോമസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കമ്പിപ്പാര പൊക്കി ഒറ്റ അടിയാണ് തോമസിൻ്റെ തലയിൽ. ഒരടിയല്ല 5-6 വട്ടം അയാൾ അടിച്ചു. തോമസിൻ്റെ വിളിയും ഒക്കെ കേട്ട് മേരി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സ്വന്തം മോൻ്റെ തലയിൽ ആഞ്ഞടിക്കുന്ന ഭർത്താവിനെയാണ് അവർ കാണുന്നത്. അവരങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങിയതും അവരുടെ തലയ്ക്കും കൊടുത്തു അതുപോലെ 5-6 അടി. അമ്മയും മോനും പിടഞ്ഞു മരിക്കുന്നത് ഈ 84 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിടച്ചിലൊക്കെ തീർന്ന് 2 മരിച്ചെന്ന് ഉറപ്പായി. ആ ബെഡ്ഷീറ്റ് എടുത്ത് 2 പേരെയും തലവഴി അയാൾ മൂടി. എന്നിട്ട് ഈ തലേണയിലൊക്കെ രക്തം തെറിച്ചിരിക്കുകയാണ്. അതും എടുത്ത് ഈ മൃതദേഹങ്ങളുടെ പുറത്തങ്ങോട്ടിട്ടു. എന്നിട്ട് ഈ കമ്പിപ്പാര കൊണ്ട് തിരിച്ച് പൈപ്പിൻ്റെ മൂട്ടിൽ ചെന്ന് കഴുകിയിട്ട് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചു. ശേഷം അയാൾ സ്വന്തം ദേഹമൊക്കെ വൃത്തിയാക്കി കംപ്ലീറ്റ് ചോര തെറിച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആ മുറിയിലെത്തിപ്പോളും. തന്നെ ധിക്കരിച്ച തൻ്റെ വാക്കിന് വില നൽകാത്ത ഭാര്യയുടെയും മോൻ്റെയും കഥ കഴിച്ച സമാധാനത്തോടെ അയാൾ മറ്റു മക്കളെ രാവിലെ തന്നെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യം പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നുവെന്നല്ല പറയുന്നത്. ഞാൻ രാവിലെ നോക്കിയപ്പോൾ ആരോ ഇവരെ രണ്ടിനെയും കൊന്നിട്ടിരിക്കുകയായിരുന്നു. തലയിണയും ഒക്കെ ചോരയിൽ മുങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇയാൾ സ്വയം ജീവൻ ഒടുക്കാനായിട്ട് ഒരു ശ്രമവും ഇതിൻ്റെ ഇടയ്ക്ക് നടത്തുകയാണ്. പക്ഷേ മക്കളെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും ബന്ധുക്കളും ഒക്കെ അവിടെ എത്തിയതോടെ ഇയാളുടെ ആ ശ്രമം വിഫലമായിപ്പോയി. പോലീസ് വന്ന് ചോദിച്ചപ്പോഴാണ് പോള് ഉണ്ടായതെല്ലാം തുറന്നു പറയുന്നത്. പിന്നീട് മേരിയുടെയും തോമസിൻ്റെയും സംസ്കാര ചടങ്ങുകളൊക്കെ ഈ പള്ളിയിൽ നടക്കുകയാണ്. പോലീസിനോട് പോൾ ആവശ്യപ്പെട്ട പ്രകാരം ആൾക്കാരും മക്കളും ബന്ധുക്കളും ഒക്കെ കൂടി നിൽക്കുന്ന ആ ചടങ്ങിനിടയിൽ പോലീസ് പോളിനെ എത്തിച്ചു. എല്ലാവരും നോക്കി ഇയാളെ കണ്ടിങ്ങനെ ദേഷ്യത്ത് നിൽക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ അയാൾ വന്ന് 2 സൈഡിലായിട്ട് കിടക്കുന്ന മകൻ്റെയും ഭാര്യയുടെയും ബോഡി കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു എന്നാണ് അന്ന് മീഡിയക്കാരൊക്കെ എടുത്തപ്പോൾ പറയുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രതിക്ക് യാതൊരു പശ്ചാത്താപവും ശരിക്കും ഇല്ലായിരുന്നുവെന്നും അയാൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയെന്നുമാണ്. ഞാൻ ചെയ്തതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ചെറിയൊരു വിഷമം, അവസാനമായി ഒന്ന് കാണണമെന്നൊരാഗ്രഹം, അതേ ഉള്ളൂ. കൊല ചെയ്യുന്നതിന് മുമ്പ് തന്നെ അന്ന് രാത്രി 1 മണിയോടെ ഞാൻ ആ മുറിയിൽ പോയിരുന്നു. അവിടെ പോയി 2 പേരെയും നോക്കിയതാണ്. അപ്പോൾ AC-യിൽ ഇങ്ങനെ സുഖിച്ച് ഉറങ്ങുന്ന അവരെ കണ്ടപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ മുറിയിൽ പോയിട്ട് ഇവരിനി എന്നെ അനുസരിക്കാത്ത ഇവരിനി ജീവിക്കണ്ട എന്നൊരു തീരുമാനം 1 മണിക്കൂർ ഇരുന്ന് എടുത്തതാണ്. അതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയതും ഇങ്ങനെ ചെയ്തതും എന്നാണ്. എന്തായാലും അയാളുടെ പിശുക്ക് കാരണം 2 ജീവൻ പോയി. 84 വയസ്സുള്ള അയാൾക്ക് പിശുക്ക് കാണിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.